ഹയർ സെക്കൻഡറി വിഭാഗം മൃദംഗ വായനത്തിലാണ് എ ഗ്രേഡ് 3ാം സ്ഥാനം കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ തവണയും നമ്മുടെ സ്റ്റേറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഇത്തവണയും സ്റ്റേറ്റ് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. ഇത്തവണ മാത്രമല്ല, സാധാരണ ഇദ്ദേഹം ഒന്നിൽ കൂടുതൽ ഐറ്റംസിൽ പങ്കുചേരാറുണ്ട്. പക്ഷേ ഇത്തവണ എന്തോ ഒരു ഐറ്റത്തിൽ മാത്രമേ ചെയ്തുള്ളൂ. എന്താ സഞ്ജയ്? ഒന്നുമില്ല, ഈ സമയത്ത് ഞാൻ അമൃത TV സൂപ്പർ സ്റ്റാർ സീനിയർ എന്ന പ്രോഗ്രാം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ വോക്കൽ സ്ട്രെയിൻ ആവേണ്ട വെച്ചിട്ട് അധികം പങ്കെടുത്തില്ല. ഓവർ പ്രാക്ടീസ് ആയിരുന്ന സമയത്ത് സ്ട്രെയിൻ ആവുന്നത് മേടിച്ചിട്ട് ചെയ്തില്ല. ഇപ്പൊ അത് എത്ര പേര് അത് മത്സരം ഇപ്പൊ ഒരു 4-5 റൗണ്ട് കഴിഞ്ഞു. ഇപ്പൊ 4 മാസമായിട്ട് ആ ഷോയിലാണ് ഇപ്പൊ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് മൊത്തം റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതിന് ശേഷം ഒരു കലാമത്സരത്തിൽ പങ്കെടുക്കുമ്പോഴുള്ള ഒരു മാറ്റം എന്താ? അടിപൊളിയാണ്. കുറെ എക്സ്പീരിയൻസ് അവിടെ നിന്ന് കിട്ടുന്നത് കൊണ്ട് തന്നെ ഇവിടെ എത്തുമ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമാണ്. അത് അവിടെ നമ്മൾ ഈ പോയി കഴിഞ്ഞാൽ അവര് ജഡ്ജസ് മാത്രമല്ല, അതിന്റെ ഗ്രൂമിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാറില്ലേ? അതിലെന്താണ് മെയിൻ പോയിന്റ് എന്താ അവർ പറഞ്ഞു തരുന്നത്? നമ്മൾ എന്താ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാ? കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ള സംഭവം തന്നെയാണ്. പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും സാധകം ചെയ്യുക. മൃദംഗാണെങ്കിലും പാട്ടാണെങ്കിലും എപ്പോഴും സാധകം ചെയ്യുക. നമ്മൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. സ്റ്റേജ് ഫിയർ അല്ലാതെ നമ്മൾ ആത്മവിശ്വാസം കൈവിടാതെ പോവാന്നുള്ളതാണ് അല്ലേ? ഇപ്പൊ നമ്മുടെ അച്ഛൻ സുരേഷ് ഏട്ടൻ, അദ്ദേഹം വലിയൊരു കലാകാരനാണ്. അമ്മ കലാകാരിയാണോ? അമ്മ പാടും, അത്യാവശ്യം പാടൊക്കെ പാടാറുണ്ട്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഒരു വലിയ കലാകാരന്റെ മകനാണ്. ഇത്തവണ നമ്മുടെ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു മൃദംഗ വായനയിൽ മാത്രമേ മത്സരിക്കുന്നുള്ളൂ. അത് സ്റ്റേറ്റിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അമ്മയും പാടും, കലാകാരിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ചെയ്ത പെർഫോമൻസ് ചെറിയൊരു ഭാഗം ഒരടി. അടിപൊളി പെരിക്കെന്നൊക്കെ പറയില്ലേ, അതുപോലെ. അപ്പൊ ഇതിപ്പോ റിയാലിറ്റി ഷോയില് ആർട്ടിസ്റ്റ് കൂടിയാണ്. രണ്ടൊരു പാട്ട് അടിപൊളി, സൂപ്പർ. സദ്യയുടെ കൂടെ ഒരു നല്ല പാൽപ്പായസം കഴിച്ച ഒരു അനുഭൂതിയുണ്ട്. എന്നാൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ സംസ്ഥാനത്തും എല്ലാ തവണ പോലെ എ ഗ്രേഡും സമ്മാനമായിട്ട് വരിക. റിയാലിറ്റി ഷോയിൽ വൻ താരമായിട്ട് മാറട്ടെന്ന് ആശംസിക്കുന്നു. കൂടെ നമ്മുടെ കണ്ണൂർ വെസ്റ്റിന് വകയായിട്ടൊരു സ്നേഹ സമ്മാനം. അപ്പൊ എല്ലാവരും അന്വേഷണം അറിയിക്കുക. വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. रमदान बीवी